ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ഗുരുവായൂർ നിന്ന് എൻ്റെ കൃഷ്ണ എന്നെൻ്റെ ചാനലിൻ്റെ വക ഇന്നത്തെ ഒരു വീഡിയോ ആണ്. എല്ലാവരും വിചാരിക്കും എന്താണ് ഇതൊക്കെ ഞാൻ വെറുതെ പറയുമോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ മാത്രം ഞാൻ പറയുന്ന വാക്കുകളാണ്. 100% സത്യമുള്ള വാക്കുകളാണ് ഞാൻ ഓരോ ദിവസവും ഈ യൂട്യൂബിൽ പറയുന്നത്. നിറയെ ആൾക്കാർ എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്നൊരു വീഡിയോ, ഏത് വീഡിയോ എടുത്താലും സത്യസന്ധമായിട്ട് മാത്രമേ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കാണാവുന്നതാണ്. ടുഡേ സ്പെഷ്യൽ എന്താണെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാനിന്ന് കാലത്ത് കൃഷ്ണൻ്റെ നവീകരണ ആനയുടെ, കേശവൻ്റെ ആനേനെ കൊടുത്തിട്ട് മണികണ്ഠൻ എന്നാണ് അയാളുടെ പേര്. നായരാണ്, മണികണ്ഠൻ നായരാണ്. NF കോളേജിൻ്റെ അവിടെയാണ് വീട്. അവരുടെ ഭാര്യയും മക്കൾ 2 പേരും വർത്തമാനം പറഞ്ഞിരുന്നു. മോള് ഡോക്ടറാണ്, മോൻ ഒന്ന് പഠിക്കുന്നുണ്ട്. 2 മക്കളാണുള്ളത്. അവരടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ നവീകരണത്തിന് പൂജയുടെ സമർപ്പണത്തിന് ഞാൻ പോയിരുന്നു. അവിടെ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം വീഡിയോകളൊക്കെ. എന്തൊരു ഭംഗിയെന്നറിയോ, കണ്ണൻ്റെ ആന നിൽക്കണ് കാണാനും, ആനയുടെ അവിടെ അവരെല്ലാം വന്ന് നിൽക്കണ് കാണാനും. പിന്നെ നമ്മളെ മരപ്രഭു ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ മരപ്രഭുവും കേശവൻ ആനയൊക്കെ. അപ്പോൾ ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് വരുമ്പോഴേക്കും 11 മണി 11:30 അപ്പോൾ അങ്ങനെ ഗുരുവായൂർ കയറി കണ്ണനെ കണ്ടു. 12 മണിക്ക് കണ്ണനെ പൂജയ്ക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് തുറന്ന് കണ്ണനെ തൊഴുത് ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. സൺഡേ ആണല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര കല്യാണം ഉണ്ട്. ഞാൻ വീഡിയോ ഇട്ട് തരാം. അത്ര തിരക്ക് പറഞ്ഞാൽ അത്ര തിരക്കാണ് ഗുരുവായൂരിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ കൃഷ്ണ, ഇനിയിപ്പോൾ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ചോറിനൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കുണ്ട്. വീട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ട് ഞാൻ എന്നും അവിലും പഞ്ചസാരയും പഴവും വെണ്ണയും കഴിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിച്ചിട്ട് അത് മേടിച്ചിട്ട് നിൽക്കുമ്പോൾ ഉണ്ട് 4 പൊതി ചോറ്. എന്ത് ചോറ്? കണ്ണൻ്റെ നേതിച്ചോറ്. ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. 4 പൊതി നേതിച്ചോറ് കണ്ടില്ലേ, കണ്ണൻ്റെ നേതിച്ചോറ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ കേട്ടോ. 3 എണ്ണം ഞാൻ പറഞ്ഞു. അവിടെ അടുത്തുള്ളൊരു 3 പേർക്ക് ഓരോന്ന് കൊടുത്തു. അവിടുന്ന് എനിക്ക് തന്നു 4 പൊതി നേതിച്ചോറ് തന്നു. അപ്പോൾ ഞാൻ 1 പൊതി ചോറ് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ബാക്കി 3 എണ്ണം ഒരാൾ നിന്നിരുന്ന അവർക്കും പിന്നെ പെണ്ണുങ്ങൾ അവർക്കും ഓരോരുത്തർ കൊടുത്തു. അപ്പോൾ കൃഷ്ണനറിയാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം 1 മണിയായി 1:30 ചോറിലില്ല കഴിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ നല്ല കണ്ണൻ്റെ മോര് കറി, രസകാളം എന്നാണ് ഇതിന് പറയാം. ഇതിൽ കായുണ്ട്, കുമ്പളങ്ങയുണ്ട്, ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ണൻ്റെ അച്ചാർ, നാരങ്ങ അച്ചാർ. അത് ഇന്നലെ കിട്ടിയതല്ല, മിനിഞ്ഞാന്ന് കിട്ടിയതായിരുന്നു. എൻ്റെ കണ്ണൻ്റെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് എന്താണെന്ന് എല്ലാവരും കണ്ടില്ലേ? കണ്ണൻ്റെ നേതിച്ചോറും കണ്ണൻ്റെ രസകാളവും ആണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. അത് കഴിഞ്ഞപ്പോൾ ഗുരുവായൂരിൽ നിന്ന് എനിക്ക് പഴം കിട്ടിയിരുന്നു. ഗുരുവായൂരിൽ നിന്ന് വലിയ പഴമാണ്, കദളിപ്പഴം കണ്ണൻ്റെ. ആ പഴം പിന്നെ നിറയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു 3 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഫുഡ്. കണ്ണൻ്റെ നേതിച്ച പഴം, കണ്ണൻ്റെ നേതിച്ചോറ്, കണ്ണൻ്റെ രസകാളൻ, കണ്ണൻ്റെ നാരങ്ങച്ചാർ. ഇങ്ങനെയാണ് എൻ്റെ ജീവിതം. ഇങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ തരുന്ന ഫുഡ്, ഗുരുവായൂരപ്പൻ തരുന്നതായിരിക്കും എല്ലാം എനിക്ക് കൃഷ്ണൻ തരുന്നതാണ്. എനിക്ക് വേണ്ടി അവിടെ എടുത്തു വെച്ച മാതിരിയാണ് ഞാൻ ചെല്ലുമ്പോൾ ഓരോന്നും കൃഷ്ണൻ എനിക്ക് തരുന്നത്. ആരെങ്കിലും ചിലപ്പോൾ വിശ്വസിക്കാത്തവരുണ്ടാവും. വിശ്വസിച്ചാൽ മതി. ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു. ഇല്ലാതെ നമുക്ക് ഒരാളെ ഇനിയും എങ്ങനെ ഞാൻ പറയാൻ പറ്റുക? ഞാൻ പറയുന്നത് സത്യമാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. എത്രയോ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ജീവിതത്തിൽ, എത്രയോ കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തരണം ചെയ്ത് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുമാതിരി ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് ചോറ് തരുമെന്നോ ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം കൊണ്ട് എനിക്ക് ദിവസം തള്ളി നിൽക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം പോലും എനിക്ക് ചോറ് വയ്ക്കേണ്ടി വരുന്നില്ല. എങ്ങനെയെങ്കിലും വിധത്തിൽ കൃഷ്ണൻ്റെ ചോറ് എനിക്ക് കിട്ടും. ഇന്നലെ എനിക്ക് പാൽപ്പായസം കിട്ടിയിരുന്നു. 225 ഉറുപ്പിയുടെ പാൽപ്പായസം ഒരാൾ തന്നു. അവർ മേടിച്ചോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഗുരുവായൂർ വെച്ച് കണ്ട ആരെങ്കിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. എന്താണെന്നറിയില്ല, അത് കൃഷ്ണൻ തരിയിപ്പിക്കുന്നതാണല്ലോ. ഇന്ന് നേതിച്ചോറ് തന്ന മതി, കണ്ണൻ്റെ നേതിച്ചോറ് നോക്ക്. അപ്പോൾ ഒന്നും ചോറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2:30 മണി ഈ അമ്പലത്തിൽ നിന്ന് വന്നു, ഡ്രസ്സൊക്കെ മാറി. അതിൻ്റെ ശേഷം 2-3 കോള് വിളിക്കേണ്ട കാര്യങ്ങളതെല്ലാം കഴിഞ്ഞ് കണ്ണൻ്റെ നേതിച്ചോറും കണ്ണൻ്റെ രസകാളും കണ്ണൻ്റെ അച്ചാറും കണ്ണൻ്റെ പഴവും എല്ലാം കൂട്ടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വളരെ ടേസ്റ്റാണ് കേട്ടോ. കണ്ണൻ്റെ നേതിച്ചോറ് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അവിടെ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് നെല്ല് കുത്തിയിട്ട് ആണ് ഈ ചോറുണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ഭാഗ്യവും നമുക്ക് ശരീരത്തിനും നല്ലതാണ്. കയ്യിൽ കുത്തിയിട്ടുള്ള മെഷീനിൽ കൊണ്ടുപോയി പൊടിച്ചതല്ല, കയ്യിൽ കുത്തിയിട്ട് വെക്കണതാണ് ഈ നേതിച്ചോറ്. ഇത് കണ്ണന് വേണ്ടി ആരോ എന്തോ കഴിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയപ്പോൾ അവർ എനിക്ക് തന്നതാണ് കേട്ടോ. അവർക്ക് കുറേ കിട്ടിയപ്പോൾ അവർ എടുത്തോ പറഞ്ഞിട്ട് തന്നതാണ്.
ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര വർഷം കഴിച്ചിട്ടൊന്നുമില്ല. ഇതുമാതിരി കഴിക്കാത്തവർക്കൊക്കെ പറയണം. ഇതുമാതിരിയൊക്കെ എപ്പോഴെങ്കിലും കണ്ണനെ ഗുരുവായൂർ വരുമ്പോൾ കണ്ണൻ്റെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരം നേരത്ത് മിക്ക ദിവസവും ഈ നെയ്ച്ചോറുണ്ടാവും കേട്ടോ കണ്ണൻ്റെ. വളരെ ടേസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ. നന്നായിട്ടുണ്ട്. അതും നല്ല രസമുള്ള രസകാളനാണ്. വളരെ നന്നായിട്ടുണ്ട് രസകാളൻ. കുമ്പളങ്ങയും കായും ചേനുണ്ട്, കായുണ്ട്, കുമ്പളങ്ങയുണ്ട്, അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയില്ല. നമ്മളെ കണ്ണൻ്റെ നാരങ്ങ അച്ചാറും ഇത് കണ്ണൻ്റെ നാരങ്ങ അച്ചാറും ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാദുണ്ട്. നോക്ക്, നമ്മൾ വീട്ടിൽ എത്ര കൂട്ടാൻ വെച്ചാലും എത്ര ചോറ് വെച്ചാലും ഈ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അത്ര ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നല്ല ടേസ്റ്റ്, എല്ലാവരും കഴിക്കണം. ഗുരുവായൂരപ്പൻ്റെ ചോറാണ് ഞാൻ കഴിക്കണം. ചോറ് കഴിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നാൽ ചേച്ചി പറഞ്ഞ മാതിരി നമുക്ക് മാത്രം ഈ ചോറ് കഴിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ചോറ് കഴിക്കാൻ പറ്റണം. അതുകൊണ്ട് ഞാൻ അധികം ക്യൂ നിൽക്കാറൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾക്ക് വീട്ടിൽ ഇവിടെ അടുത്ത് വീടുണ്ട്, എത്രയോ ദൂരം നിന്ന് ആൾക്കാർ ചോറിന് നിൽക്കണം. അത് കാരണം ഞാൻ ചോറിനൊന്നും അധികം ക്യൂ നിൽക്കാറില്ല. പക്ഷെ അങ്ങനെ എങ്ങനെ ഈ ക്യൂ എനിക്ക് ദൈവം കൊണ്ടുവന്ന് തരും. അതാണ് ഗുരുവായൂരപ്പൻ. കണ്ണൻ നിസ്സാരമില്ലേട്ടാ. കണ്ണൻ ഭയങ്കര കള്ളക്കണ്ണനാണ്. സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയും കണ്ണൻ. നമുക്ക് പോലും അറിയില്ല കണ്ണൻ എത്രമാത്രം നമ്മളോട് സ്നേഹം ഉണ്ടോയെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല. അത് എങ്ങനെയൊക്കെയാണ് കണ്ണൻ നമ്മളെ സ്നേഹിക്കണമെന്ന് നമുക്ക് പോലും അറിയില്ല. ഇന്ന് ഇനിയൊരു കാര്യം കൂടി ഉണ്ടായി. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കുറേ മഞ്ചാടിക്കുരു കിട്ടി എനിക്ക്. അതെന്താ വെച്ചാൽ മഞ്ചാടിക്കുരു കളയാൻ വേണ്ടി വെച്ചേക്കണവർ. അപ്പോൾ അടിച്ചു കോരിയിട്ട് കളയണ ഇത്ര മഞ്ചാടിക്കുരുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു, അയ്യോ അത് കളയണ്ട, ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആ പിടി മഞ്ചാടിക്കുരു അങ്ങനെ എടുത്തിട്ട് വന്നിട്ട് ബേഗലുണ്ടെങ്കിൽ എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഇന്ന് മഞ്ചാടിക്കുരും കിട്ടി, താമരപ്പൂവും കിട്ടി, കണ്ണൻ്റെ നെയ്തിച്ചോറ് കിട്ടി, കണ്ണൻ്റെ പഴം കിട്ടി, എല്ലാം കിട്ടി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. കണ്ണൻ എൻ്റെ ഉണ്ണിയാണ് കേട്ടോ, എൻ്റെ ജീവനാണ്. എനിക്കിപ്പോൾ ഒന്നുമില്ല എൻ്റേതായിട്ടേക്ക്, അത് മാത്രമേ ഉള്ളൂ. എന്നെ എപ്പോഴും കാണാനും എന്നോട് സംസാരിക്കാനും എനിക്ക് സംസാരിക്കാനും ഒരേ ഒരാളുള്ളൂ, അതെൻ്റെ കണ്ണനാണ് കേട്ടോ, ഉണ്ണിക്കണ്ണൻ. എനിക്ക് പ്രാദേശികം തൊഴാൻ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോകണം, പറ്റിങ്ങി പോകണം. നല്ല ടേസ്റ്റായിട്ട് കണ്ണൻ്റെ നാരങ്ങച്ചാറ്. പിന്നെ എന്തെന്നറിയോ, കൂട്ടൊന്നുമില്ലല്ലോ, നല്ല കെമിക്കലൊന്നും ചേർക്കാത്ത ഫുഡാണ് അവിടുത്തെ. അതൊക്കെ കഴിച്ച് നമുക്ക് നല്ലതല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റട്ടെ. കണ്ണൻ്റെ ചോറും കണ്ണൻ്റെ നെയ്ച്ചോറും കണ്ണൻ്റെ രസകാളനുണ്ട് ഒരു ടേസ്റ്റ്. എൻ്റെ പ്രമോദ് മോനും ഭയങ്കര ഇഷ്ടമാണ് രസകാളൻ. മോൻ വരുമ്പോൾ മേടിച്ച് വെക്കണം ഇവിടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൺഡേ സ്പെഷ്യലാണ് ഉണ്ണിക്കണ്ണൻ്റെ ഭക്ഷണം. എനിക്ക് എത്ര ഇഷ്ടമെന്നറിയോ കണ്ണനെ, ഒരുപാട് ഇഷ്ടം, കോടി ഇഷ്ടം എനിക്ക് കണ്ണൻ കേട്ടാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ കണ്ണൻ്റെ പഴവും കണ്ണൻ്റെ രസകാളനും കണ്ണൻ്റെ അച്ചാറും കണ്ണൻ നെരിച്ചോറൊക്കെ കഴിച്ച് എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ട്. എനിക്കിതൊന്നും വേണ്ടാട്ടെ കണ്ണ. എന്തിനാ എനിക്ക് ഭക്ഷണം, കണ്ണൻ്റെ സ്നേഹം ഉണ്ടല്ലോ. കണ്ണൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ല, അതല്ല എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ കണ്ണ. കണ്ണനെ എനിക്ക് ആരുമില്ലല്ലോ, അപ്പോൾ കണ്ണനാണ് എനിക്കെല്ലാം. അപ്പോൾ ആരും ഇല്ലാത്തതിന് കണ്ണൻ ഒരു വഴി കാണിക്കും. ആ ഒരു വഴിയാണ് എനിക്ക് കണ്ണൻ കാണിച്ചത് കേട്ടോ. കണ്ണ സ്നേഹമുണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.